ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനേക്കാൾ ദുഷ്കരമായിരിക്കും വെടിനിർത്താൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രൂഷ്യലായി നോക്കിക്കണ്ടത് ട്രംപിൻ്റെ ഒരു ഭീഷണി തന്നെയായിരുന്നു. ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ട് അത് ആ സമയത്തിനുള്ളിൽ ഇറാൻ ഇതിന് വഴങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോർമുസ് തുറന്നില്ലെങ്കിൽ അത് അവസാനിക്കുകയാണ്. അതിനുശേഷമാണ് അത് അദ്ദേഹം നീട്ടിയെന്ന് തോന്നുന്നു. നാളെ രാവിലെ 5:20 വരെയാണ് ഇന്ത്യൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കൊടുത്തില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കും എന്നാണ്, ശിലായുഗത്തിലേക്ക് അയക്കും ഇറാനെ എന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ പാലങ്ങളും തകർക്കും, ഇറാൻ്റെ സർവ്വ പാലങ്ങളും തകർക്കും, അതുപോലെ തന്നെ സർവ്വ ഊർജ്ജ നിലയങ്ങളും ഇല്ലാതാക്കും, വിൽ ബി ഡെസിമേറ്റഡ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇത് ഒരു വശത്ത് ട്രംപിന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു വശത്ത് കണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇറാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു വെടിനിർത്തലിന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഒരു സമയത്ത് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞു ഞങ്ങളോട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് US എന്ന്, അത് ഞങ്ങളും തള്ളിക്കളയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഈ വെടിനിർത്തൽ എന്നൊരു പരിപാടിയും പോലും ഇനി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വെടിനിർത്തൽ പോലും, അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനേക്കാൾ ദുഷ്കരമായിരിക്കും വെടിനിർത്താൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുഴുവനായിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കുക, അതിന് വിരാമമിടുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ ട്രംപിൻ്റെ മുമ്പിൽ ഇപ്പോൾ മറ്റൊന്നുമില്ല എന്നാണ് മുഴുവൻ നിരീക്ഷകരും ഏതാണ്ടൊക്കെ പറയുന്നത്. കാരണം അതുമാത്രമല്ല, റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് അതിലേറെയാണ്. കാരണം ഇതങ്ങനെ നീണ്ടുപോകും തോറും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മാത്രമല്ല അവിടെ ഈ വർഷാവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കോൺഗ്രസിലേക്ക്. അപ്പോൾ അതുൾപ്പെടെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അമേരിക്കയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഹോർമുസ് കടലെടുക്കിനുമേൽ ഇറാൻ്റെ ആ മേൽക്കൈ ഉണ്ടല്ലോ, അത് സൃഷ്ടിച്ച് അത് ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ ഗതിയും മാറ്റി എഴുതി കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വാറിൻ്റെ വിജയവും പരാജയവും, അല്ലെങ്കിൽ ഇതെവിടെ പോകണം ഇല്ല എന്ന് തീരുമാനിക്കുന്നത് ഹോർമുസിൻ്റെ കാര്യത്തിൽ ഇറാൻ എടുക്കുന്ന ഒറ്റ ഡിസിഷൻ്റെ മേലാണ്.